ഹലോ ആർമിസേ. അതെ, സിറ്റുവേഷൻ വളരെ മോശമാണ്. അതുകൊണ്ട് ഈ സൗണ്ടിൽ ഈ എപ്പിസോഡ് ഇടാൻ പറ്റും, ഇല്ലെങ്കിൽ ഇനിയും ലേറ്റ് ആവും. ഞങ്ങൾ രണ്ടുപേരാണ് ഈ എപ്പിസോഡും കഴിഞ്ഞ എപ്പിസോഡും ഡംപ് ചെയ്തത്. അതിൻ്റെതായ ചില മിസ്റ്റേക്കുകളും ഉണ്ട്. രണ്ടുപേർക്കും സാഹചര്യം ശരിയല്ല, ഒരുപാട് നോയ്സും ഉണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക. അടുത്ത എപ്പിസോഡ് എന്തായാലും നന്നായിട്ട് ചെയ്യാം. എന്നാ നീ വീട്ടിൽ പോയി ഡ്രസ് എടുത്ത് വെക്ക്, ഞങ്ങൾ കൂട്ടാൻ വരാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വരുന്നത്? ആടി അപ്പോ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും തിരക്കല്ലേ. സ്പ്രൈറ്റ് കുപ്പി കോളേജിൽ പോന്നോക്കടാ. ഈ കുറിപ്പിനെ സഹിക്കണല്ലോ എന്ന് ആലോചിച്ച തന്നോട് ആരും സഹിക്കാൻ പറഞ്ഞില്ലല്ലോ. എന്നെ എന്റെ ഏട്ടന്മാര് സഹിച്ചോളൂ. അതെന്നെ എണീറ്റ് പോടാ. അവളിത് എവിടെ? ആ കോഴിക്കുഞ്ഞ് ഇപ്പൊ വരും. നീ ഒന്ന് വിളിച്ചു നോക്കടി. പക്ഷെ കോളം കിട്ടിയത് ക്ലാസ്സിലും വന്നില്ലല്ലോ. വല്ല കുരുത്തക്കേട് ഒപ്പിക്കുമായിരിക്കും. എവിടെ ആയിരുന്നു നീ? പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടുകയുള്ള കുറിപ്പ്. എല്ലാം ശരിയാവണ്ടേ? ഞങ്ങളെ അറിയാലോ അല്ലേ? പിന്നെ ജനിച്ചത് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലേ? പാട്ടിന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതൊക്കെ ആ ചേട്ടനെവിടെ? ഓക്കെ, ചേട്ടനെ കാണിച്ചു തരാം. ലാസ്റ്റ് കളി കാര്യാവരുത്. നിന്നെ പിന്നെ ഞാൻ വെച്ചേക്കില്ല. അയ്യോ എന്റെ ജില്ലു, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അത് നന്നായി. ഇല്ലേ ഇവള് നിന്നെ വെച്ചേക്കില്ല. അപ്പൊ തുടങ്ങാം. കുരുപ്പന്റെ ബാഗ് തരാതെ മുങ്ങി നടക്കുവാണോ? ബാഗില്ലാതെ ഞാൻ എങ്ങനെ ക്ലാസ്സിൽ കയറാം? എന്താ മോളെ ഇവിടെ ഒരു ചുറ്റിക്കളി? നിന്റെ വീടിന്റെ മുറ്റത്തൊന്നും അല്ലല്ലോ ഞാൻ നിക്കണേ. സീനിയർ ചേച്ചി പോയി പ്രാക്ടീസ് ചെയ്യാൻ നോക്കും. എനിക്കും കൂടി അവകാശപ്പെട്ടത് എന്റെ ഹോബിയുടെ പ്ലേ. എന്റെ ഹോബിക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു? നിനക്ക് കാണണോ ഹോബി? പറഞ്ഞു കൊടുത്തതിന്റെ ദൈവങ്ങളാണ് സത്യം. ആ അണ്ണാകുഞ്ഞിന്റെ മണ്ടനായി പൊട്ടിക്കും. കുഞ്ഞിന്റെ നോട്ട് അത്ര ശരിയല്ലല്ലോ. എന്താ ഹോബി? എനിക്ക് പറഞ്ഞു തന്നല്ലേ. ഇപ്പൊ പറഞ്ഞു കൊടുത്ത ശരിയാവില്ല. പറഞ്ഞുതരാ. ഇപ്പൊ അല്ല, എനിക്കിപ്പോ മൂഡ് ഓക്കെ അല്ല. ഞാൻ ക്യാൻറ്റീനിൽ പോയി ഒരു കോഫി കുടിക്കട്ടെ. എന്തൊരു ഒലിപ്പേര്. ഞാനും വരാം ഹോബി. നീ ഓക്കെ അല്ലേ? നീ പ്രാക്ടീസ് ചെയ്യ്. ഡാലിയ നീ വാ. കണ്ട മോളെ റോസേ, നീ വാ. നിന്റെ ബാഗ് വീട്ടിലുണ്ട്. ബാഗ് വീട്ടിലോ? അത് ചോദിക്കാനാ ഞാനും വന്നേ. അതെവിടെ? ഞാൻ ക്ലാസ്സിൽ കേറിയില്ലല്ലോ. വാ, എടുത്തു തരാം. എനിക്കും ക്ലാസ് ഇല്ല. ഞാൻ അവളുമാരെ പോലും ഇന്ന് കണ്ടിട്ടില്ല. ഈവനിങ് എല്ലാവർക്കും കൂടെ പുറത്തു പോവാം. ഓക്കെ. ജിയോണ കെയർഫുൾ. എടാ അവക്ക് നല്ല തളർച്ചുള്ള പോലെ. ആണോ? ജിയാണ മതി, ഇങ്ങോട്ട് വാ. കഴിഞ്ഞിട്ട് വരാം. നീ മുതൽ ഇങ്ങോട്ട് വരാൻ. എടാ നീ ഇത് കോളേജ് ഫുള്ള് പാട്ടാക്കുവോ? പാടി ഇവിടെ. ഇന്ന് കണ്ടിട്ട് ഓക്കെ അല്ലാന്ന് ജൂണ് പറഞ്ഞു. ഇത്ര നല്ല തണലുള്ളപ്പോഴോ? ചൂടല്ലേ? നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക്, ബാക്കി പിന്നെ കളിക്കും. ഏയ് ജിയോണ. എടാ മാറ്. നീ ആരെയും ഏൽപ്പിച്ചിട്ട് ഓടുക. യെസ്, ആരാ? ഞാനിവിടെ ചേരാൻ വന്നതാ. ഇവള് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഫോം ഫില്ലാക്കിയോ? ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? അത് പഴയ കോളേജിലെ ഓർമ്മ വെച്ചിട്ട്. ഒരു പാട്ട് പാടും നോക്കട്ടെ. ഹലോ ഗേൾസ്. യുജി വെയിറ്റ്. ഇവിടെ വീട്ടിലെ പിക്ക്. ഓ അതന്നെ. എവിടെ നീ മുതലെന്നെ ഇറക്കിയെന്ന് മനസ്സിലായി. പാടട്ടെ. ഇത് രാവിലെ തന്നായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരണായിരുന്നോ? അത് ഞാൻ മറന്ന്. നീ പോയി എടുത്തോ, റൂമിലുണ്ട്. ഞാൻ ഒരു കോഫി ഇടട്ടെ. നല്ല ക്ഷീണം. ഇടുമ്പോ എനിക്കും കൂടെ ഇട്. നിനക്ക് ഇതിന് പേടിയല്ലേ? ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. താൻ പോയി കോഫി ഇട്. ഇത് എവിടെ? സാർ, എന്റെ ബാഗ് എവിടെ വെച്ചിരിക്കുന്നേ? ബെഡിന്റെ സൈഡിലുണ്ട്. എവിടെ? ഞാൻ എവിടെയെല്ലാം നോക്കി. ഞാൻ വന്ന് എടുത്തു തരാം. ഈ കുറിപ്പിനെ കൊണ്ട് ഇത് എവിടെയാണോ വെച്ചേക്കണേ? ഈ ബെഡിന്റെ സൈഡിൽ നോക്കാൻ. സാർ, എന്ത് ചെയ്യണേ? മറിക്കാൻ? നിന്നെ ഇങ്ങനെ ഒറ്റ കിട്ടാൻ ഞാൻ തന്നെ ബാഗ് ഒളിപ്പിച്ചു വെച്ചതാ. എന്തിന്? ഇന്നലെ കിസ് ചെയ്തപ്പോ അങ്ങോട്ട് ശരിയായില്ല. എനിക്ക് സാറിന് ഇഷ്ടല്ല കേട്ടോ. അതിനെനിക്കറിയാലോ. ഇല്ല, ആര് പറഞ്ഞു?
നീ തന്നെ ഇന്നലെ ബോധമില്ലാണ്ട് ഓരോന്ന്. അതപ്പോ ബോധമില്ലാണ്ട് ഓരോന്ന്. നിന്റെ ഈ സോഫ്റ്റ് ലിപ്പ് എന്താ അട്രാക്ഷൻ അറിയോ? ഓപ്പേട്ടാ മാറിക്കേ. നീ തന്നെ പറ, അപ്പൊ മാറാ. അത് ഓപ്പേട്ടന് ഇഷ്ടാ. ഓപ്പേട്ടാ മതി. കുറച്ചുകൂടെ പ്ലീസ്. എനിക്ക് എന്തൊക്കെ പോലെയാണ്. മാറ്. ബട്ടർഫ്ലൈസ് പറക്കട്ടെ. മാറടാ കുഞ്ഞങ്ങോട്ട്. നീ ഇവിടെ കാണും, ഞാൻ എടുത്തോളാ. ഡീ നിന്നോടാരെ ഫുഡ് കഴിക്കാതെ കളിക്കാൻ വരാൻ പറഞ്ഞ? അത് ഇന്ന് വീട്ടിൽ ഒരു കൂട്ടർ കാണാൻ വരുമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് രാവിലെ മുങ്ങിയതാ. ഓ പെട്ടെന്നാണല്ലോ കാര്യങ്ങൾ. എന്താ ഇപ്പൊ ചെയ്യാ? നീ വരുന്നോ? ഡാലി ഇൻപോട്ട് വീട്ടിലാ നിക്കണേ. അവളെ പോലെ എനിക്ക് അത്ര കംഫർട്ട് ആവില്ല. വീട്ടിലാണെങ്കിൽ വെച്ചേക്കില്ല. മാരേജ് മുടക്കിക്കൂടെ എന്നാ? ഞാൻ പലതും നോക്കിയതാ. ഒരു ഐഡിയ ഉണ്ട്, നടക്കുവോ അറിയില്ല. എന്താടാ? ഇന്ന് ഡാലിയെ കണ്ടതേ ഇല്ല. ഞങ്ങള് പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, നീ വരുന്നോ? ഇന്നാണോ മാറുന്നേ? ഓ വരാം. ഇന്നലെ ഒന്നും കണ്ടില്ല. അല്ല, ജിയോണയുടെ കാര്യത്തിൽ എന്താ നിങ്ങളുടെ പ്ലാൻ? അറിയില്ല എന്താ ചെയ്യാന്ന്. എന്റെ കസിൻ നെക്സ്റ്റ് മന്ത് വരും. ചിലപ്പോ എന്റെ നടത്തും. ഞങ്ങളെ ഫാമിലി അങ്ങനെയാ. അത് കൊള്ളാലോ. നീ ഓക്കെയാണോ? എനിക്ക് കുഴപ്പമില്ല. അപ്പൊ കെട്ടിക്കൂടെ? കെട്ടും. നെക്സ്റ്റ് മന്ത് തന്നെ കാണുമോ? കാണും. അവന് തിരിച്ചു പോണ്ടേ. ഓ എന്നാ വാ, തെവിനും ജിയോണയും കാറിലുണ്ട്. നീ മോമോ, നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. നടക്കും, നടത്തി കാണിക്കും ഞാൻ. പക്ഷെ നിന്നെ പോലെ നടക്കുന്ന പോലില്ല. സാധാരണ പാട്ട് പാടുന്നവരോട് അടുക്കുന്നതാണ്. എന്താ അവിടെ രണ്ടൂടെ ചർച്ച? നിങ്ങൾ ഇത്ര പെട്ടെന്ന് കൂട്ടായോ? ഇവള് പുതിയതല്ലേ, അപ്പൊ ഒരു കൂട്ട്. നല്ലതാ, വരുന്ന കൊണ്ടുവിടാ. ഇവളെ അച്ഛൻ കൂട്ടാൻ വരും. ഞാൻ നടന്നു പോയിക്കോളാം. അവളെന്ന അച്ഛന്റെ കൂടെ പോട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാടി. ചിമ്മിച്ച വീട്. എന്താ ഇപ്പൊ വിളിച്ചേ? അത് പെട്ടെന്നൊന്ന് വന്നു പോയതാ. എനിക്കിഷ്ടായി, വാ കേറ്. എല്ലാവരും ഉണ്ടല്ലോ. അവിടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവള് കിടന്നുറങ്ങി. ഇവിടെ ഉണ്ടോ? ബാഗ് എടുക്കാൻ വന്നയാ. ബെഡ് കണ്ടപ്പോ അവള് കിടന്നുറങ്ങി. എടാ ചെക്ക, നീ ഞങ്ങളുടെ കൊച്ചിനെ വല്ലതും ചെയ്തോ? എന്റെ പൊന്നോ, അവൾ എന്നെ വല്ലതും ചെയ്തോ ചോദിക്ക്. ഞാനൊന്നും ചെയ്തില്ല. യോഞ്ചി നീ നിക്കുന്നോ? നമുക്കൊന്ന് രണ്ട് പറഞ്ഞ് നിക്കാന്നേ. അയ്യടാ, ആദ്യം എന്നെ വീഴ്ത്ത്, പിന്നെ 1 2 അല്ല 10 പറഞ്ഞു നിൽക്കാം. ഇതിപ്പോ എല്ലാരും സെറ്റായ പോലാണല്ലോ. നേട്ടനും ജിനിക്ക് ഒന്ന് ട്രൈ ചെയ്തൂടെ? അതെ, എനിക്ക് പിന്നെ ഇതൊന്നും അത്ര വലിയ താല്പര്യമില്ല. അത് വേണ്ട, എന്നാ വീട് നിന്ന് കത്തും. അല്ല ജീവണ, നിന്റെ വീട്ടില് കെട്ട് നടത്തായിരിക്കല്ലേ, അപ്പൊ നിനക്ക് തേട്ടനെ കെട്ടിക്കൂടെ? പൂച്ചക്കുഞ്ഞു മിണ്ടാതിരുന്നു. എന്റെ വീട് അത് എഴുതി കഴിഞ്ഞതാ മോളെ, ഇനി എന്ത് ചെയ്യാനും. ആ കുരിപ്പിനെ വിളിച്ചോണ്ട് വരട്ടെ. നമുക്ക് 5 മണിക്ക് ഉള്ളിൽ പുറത്തു പോയിട്ട് വരണം. ഓക്കെ, വിളിച്ചിട്ട് വാ. എന്റെ കാര്യത്തിൽ തീരുമാനമാവും. നാളെ ക്ലാസ് ഇല്ലല്ലോ, ചാടാൻ പറ്റുമോ നോക്കാം. നോക്കട്ടെ. നാളെ നീയും യോജിയും ജീവനയുടെ വീട്ടിലേക്ക് വാ. അതെന്തിനാ? അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. എനിക്ക് ഇങ്ങോട്ട് പോകണ്ടല്ലോ, അവരന്വേഷിക്കുമായിരിക്കും. ഇങ്ങോട്ട് വന്നാലും വിട്ടുകൊടുക്കില്ല, പോയി ചാവാൻ പറ. അതെ, ഇത്ര നാളായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു, അത് മതി. എന്താ നമ്മൾ പോവാ, പ്ലാൻ ചെയ്ത പോലെ നടന്ന് ക്രിയേറ്റ് ചെയ്യാം. എടാ, എവിടെ നീ മണം വരുന്നേ? അതെ, കിച്ചണിൽ നിന്നാണല്ലോ. കൊട്ടടയ്ക്ക് കയറാന്ന് തോന്നുന്നു. അയലവത്തി ചൂരനാരാകളി കൂരി വരുന്ന മറ്റവാടൻ. നന്ദി കഴിച്ചു പോട്ടെ. എന്താ ഇവിടെ നല്ല മണമൊക്കെ വരുന്നു? ഞാനും അതാ വന്നേ, അവൻ കുക്ക് ചെയ്യാൻ കൂടെ പാട്ട്. ഡാൻസ് ഒക്കെ പാട്ട് പോലെ പിച്ചില്ല. ഇതോടെ കേക്കണ്ട, വാ പോയി നോക്കാം. കൊറട്ടണക്കെ എന്താ മക്കളെ, നീ ഇല്ലാത്ത ക്ഷീണമൊക്കെ കൊണ്ടുവന്നു. ഇതിപ്പോ ഒരു പെണ്ണും കൂടുള്ള വീടല്ലേ, അപ്പോൾ തന്നെ മാറ്റം ഉണ്ടാവും. എന്താ ഉണ്ടാക്കുന്നേ? എനിക്ക് നല്ല വിശപ്പ്, നോക്കിപ്പോകുന്നില്ല. നിങ്ങൾ ടി വി കാണുന്ന ടൈം കൊണ്ട് ഞാൻ പോയി സാധനം വാങ്ങി. ഇത് ഭയങ്കര. ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങളും കഴിച്ചില്ല.
വേണോ? നല്ല പണം. എനിക്കെടുത്തിട്ട് വാ. ജോണി ഇന്ന് ഞാൻ പൊളിക്കും. ഡോറ് തുറന്നതിനിട്ടേക്ക് നീ കൊച്ചു കഴിയാണ് നീ വരുമെന്നറിയല്ലേ. നീതി സാർ ഉറങ്ങിയില്ലേ? ഇവിടെ സൗണ്ടിന് എന്ത് വെച്ച് ലൈറ്റിട്ട് നോക്കാം. തെവിനോ? നീതവിടെ? അതെടാ തെവിൻ തന്നെ. നീ വരുമെന്ന് നല്ല പോലെ അറിയാമായിരുന്നു. അവൾക്കുള്ള ആവശ്യം. അവൾ കൊച്ചുകുട്ടിയല്ല, നല്ലപോലെ വളർന്നു. പക്ഷെ അത്ര പക്വതയില്ല. അവൾക്ക് ആവശ്യത്തിനുണ്ട്. മോനിങ് വാ. ഇവന്മാരെ കൂരിപ്പിച്ച് കിടക്കാം. ഡാഡിയ ഡോറടച്ചോ? കണ്ണിച്ചോര വേണം. ഈ കാര്യത്തിന് തീരെയില്ല. അവളെ ഇവിടെ നിർത്തിയത് നിനക്ക് ഫ്ലോട്ടാക്കാനല്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ. നേരെ ചെയ്യേയില്ല. കിടന്നുറങ്ങടാ. ഇവന്മാർ ഉറങ്ങിയോ? നോക്കാം. ഇങ്ങോട്ടാടെ കുട്ട ഉരുണ്ട പോലെ നീ ഇവിടെ വന്ന് കിടന്നു. ഇല്ലെങ്കിലാ ഇവനൊന്ന് മുറുക്കില്ലേ. ഇവനിവിടെ കിടത്തി ശരിയാവില്ല. ടെറസിൽ പോടാ. വേണ്ടത് ഞാൻ അടങ്ങിക്കിടന്നോ? വേണ്ട, നീ പൊക്കോ. ടാറ്റാ. അടങ്ങിക്കിടന്ന മതിയായിരുന്നു. ഇതിപ്പോ കുറേയും കൊള്ളു. ഓ, എന്താ തണുപ്പാ. ഗുഡ് മോർണിംഗ് കൊണ്ടിടയ്ക്കായി അവരെണ്ണീറ്റോ? ഇല്ല, ഇന്ന് ക്ലാസ്സിലല്ലോ. അപ്പൊ ഉറക്കം. അല്ല കുഞ്ഞോ, അവരെ പുറത്താക്കി. ടെറസിൽ കാണും. അത്യാവശ്യമായിരുന്നു. ഞാൻ കോഫി കൊടുത്തിട്ട് വരാം. സൂക്ഷിച്ചു പോ. ഇന്നലെ കിട്ടാതെ എന്റെ ചുരുക്ക് എന്ന് തീർക്കും. അല്ല കുഞ്ഞേ. തണുക്കുന്നതേ. സഹിച്ചു. കൊടുത്തേക്കാട് ഒപ്പിക്കുമ്പോ ഓർക്കണം. നമ്മളെ കൊണ്ടാണ് പെരുമല്ലേ. സാറ് മണ്ടൻ. എനിക്ക് സാറിനെ അറിഞ്ഞൂടെ? എന്റെ പൊണ്ണു നോക്കിക്കൊണ്ടിരിക്കേ. ഇത് ടെറസാണ്. സാറിന്റെ കൂടെ പോണ മാർജിൻ പറയാൻ പറ്റില്ല. ജീവന് മെസ്സേജ് അയച്ചു. വാടാ പോകാം. എടാ, ഒരു ഡൗട്ടും തോന്നലേ ഇല്ല. നിങ്ങൾ വാ. അവന്മാരവിടെ കാണാം. എന്താ നടക്കുന്നേ? എന്തോ നിർദ്ദേശമല്ലോ. ദൈവത്തിനറിയാം. അതെ, ഒന്ന് കേറോ. അവരെ കണ്ടില്ലല്ലോ. വരൂ. വരാതിരിക്കില്ല. ഉടനെ ഡാലിനെ വിളിച്ചു നോക്കാം. അവരാവും. മോളെ ചായ എടുത്തിട്ട് വാ. അവരല്ല, നിങ്ങളാരാ? നമ്മളെ അറിയില്ലേ? ജീവയുടെ ഫ്രണ്ട്സ്. ചടങ്ങിന് വന്നതാണോ? അല്ല, മുടക്കാൻ വന്നതാ. ഇവൻ എവിടെ വാങ്ങി തരാനാണോ ഒന്നിച്ചോണ്ട് വന്നേ? ഡോറായിപ്പോയല്ലേ കൂടുതൽ. എന്താ? ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് റിലേഷനിലാണ്. സത്യാണോടി? അതെന്നെ. ഇടി നിന്നെ തൊട്ടു പോരുന്നവൾ. നീ അവളെ തൊട്ടില്ല. കേസിന് പോയാലും അവരുടെ കൂടെ നിൽക്കും. വെറുതെ എടുത്തു തരാറുണ്ട്. ജീവന, നീ എന്റെ പോവാ. അവരാണെന്ന് തോന്നുന്നു. ചിന്തിച്ചാ ഹോപ്പേട്ടാ വാ. ജീവന, പോയി ഡ്രസ് എടുക്കുക. എന്റെ മോള, അവള് വരില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമല്ല നടത്തുന്നത്. എനിക്ക് ദൈവത്തിനെ ഇഷ്ടം. ഞാൻ പോകും. ജീവന, പോയി എടുക്കാൻ. ഞാനേ ഹെൽപ്പാക്കാം. നീ വാ ഞങ്ങളുടെ കൂടെ. എന്റെ തേട്ട ഒളിച്ചു. ഇതിന്റെ പേരിൽ എന്തായാലും സീനുണ്ടാവും. ഉണ്ടായാലും ഇവരുടെ വാക്കിനല്ലേ വരെയുള്ളൂ. തട്ടിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. അച്ഛനല്ലേ അതും ചെയ്യും. സ്വത്തായ ഏറ്റവും വലുത്. അത് പോകുന്ന ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഇത്രയും പേര് നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുൻകൂട്ടി കേസിന് പോയാലോ? അവിടെ അത് വേണ്ട. എങ്ങാനും ബാക്ക് സ്റ്റോറി നോക്കാൻ പോയിക്കുന്ന ഒരു കോള് പോട്ടൊന്നും നേരെ കണ്ടിട്ട് കൂടെയില്ല. അതൊക്കെ നമുക്ക് വരുത്തി തീർക്കാം. വല്ല പ്രോബ്ലം ഒന്നും വരുമോന്ന് നോക്കാം. ഞാൻ വരുന്നേ. എവിടെയാ? വീട്ടുപാടി എന്താ? എടാ, എനിക്ക് വയ്യ. വീട്ടിലാരുമില്ല. കോളെടുത്തപ്പോ നിന്റെ ഫസ്റ്റ് കോള്. അതുകൊണ്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. നീ ഒന്ന് വാ. അത് വരുന്നു. വേദന തന്നെ. എടാ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് പെട്ടെന്ന് വരാം. അവിടെ പോവാടാ ഇപ്പൊ?
അത് റോസിന് വയ്യ, അവളെ കൂടെ ആരുമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഡാഡിയുടെ കൂടെ കൊണ്ടുപോ, ഒരു പെണ്ണ് കൂടെ വന്ന് നല്ലതാ. ഡാനി വാ, നിന്നെ വിളിക്കാനും കൂടെ നിന്നെ. ആ വരുന്നു. എടാ നിക്ക്, ഇഞ്ചി വാ. എങ്ങോട്ട്? ഇവരെ രണ്ടിനെ ഒറ്റയ്ക്ക് വിട്ട ശരിയാവില്ല. ചെല്ലു ചെല്ലു.